സെക്കൻഡ് ഡേ ആണ്. ഞങ്ങളപ്പോൾ വണ്ടർലായിൽ പോവാണ് ഞങ്ങളെല്ലാവരും കൂടി. ചച്ചാ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങുകയാണ് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന്. അവിടെ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കാണുമെന്നാണ് പറഞ്ഞത്. അച്ഛനും അമ്മയും ആശേട്ടനും ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുക. നിക്കിക്ക് ഞങ്ങൾ എവിടെയോ പോകുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്ന് കറങ്ങുമായിരുന്നു. ആശേട്ടൻ പെട്ടെന്ന് നിക്കിയായിട്ട് ഇണങ്ങി. ആശേട്ടന് പെറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ആശേട്ടനും ഉണ്ടായിരുന്നു, ബട്ട് അത് വയ്യാണ്ട് പോയി. അപ്പോൾ എല്ലാവരും ഇതാ സെറ്റായി നിൽക്കുവാണ്. നിക്കിനെ അവിടെ ആക്കിയിട്ട് വേണം പോവാൻ. ചിഞ്ചുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മളിന്ന് വണ്ടർലായിൽ പോകുന്നത്. കുറേ നാളായിട്ട് അവൾ പറയാണ് വണ്ടർലായിൽ പോകണമെന്ന്. ഇതുവരെ പറ്റിയില്ല, ബട്ട് ഇന്ന് നമ്മൾ പോവുകയാണ്. വിഷ്ണു ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സീറ്റിലിങ്ങനെ എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോൾ എത്തും. വണ്ടർല എന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ടേ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എത്ര വട്ടം പോയാലും അവിടെ പോകാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അതാ വണ്ടർല എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടർ സ്പ്ലാഷിൽ കയറാം. അപ്പോൾ ഞങ്ങൾ വാട്ടർ റൈഡ്സ് കയറണോ ലാൻഡ് റൈഡ്സിൽ കയറണോ? ലാൻഡ് റൈഡ്സ് കയറാൻ പേടിയാണ്. വാട്ടർ റൈഡ്സാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിൽ കയറിയാലോ എന്നൊക്കെ കൺഫ്യൂഷനിലാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ഓക്കെ. അമ്മ എല്ലാം സെറ്റാണ്. വഴിയിൽ കടയിൽ ഇറങ്ങി അച്ഛനും അമ്മയും ഡ്രസ്സ് മാറ്റി. ഞങ്ങൾ വാങ്ങിയതേ ഉള്ളൂ, ഇനി ഇടുള്ളൂ. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അത് കാണിച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറാൻ വെയിറ്റ് ചെയ്യാണ്. ഫോൺ വെക്കാനുള്ള പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ വാങ്ങി. ക്രിസ്മസ് ആയതുകൊണ്ട് സാന്റാക്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാന്റാ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ്സ്, അതേപോലെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങളൊന്ന് പോയി ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളുണ്ട്. നമ്മൾ സാന്റാൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് ടൈം അവിടെ പോയെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അതും ഭയങ്കര ക്യൂട്ടായിരുന്നു. എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവളോടും എന്തൊക്കെ രസകരമായിട്ട് കാണിച്ച് കൈയൊക്കെ കൊടുക്കാൻ നേരം. അത് കഴിഞ്ഞാണ് ഞങ്ങൾ വാട്ടർ റൈഡ്സിൽ തന്നെ ഫസ്റ്റ് പോയി കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് വണ്ടർ സ്പ്ലാഷിൽ തന്നെ കയറി. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ ആ ഗുഹയ്ക്കകത്തുള്ള ഡിനോസറിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എനിക്ക് പേടിയാണ്. ഞാൻ കണ്ണടച്ചേ ഇരിക്കാറുള്ളൂ. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ എപ്പോഴും വിചാരിക്കും പോസ് ചെയ്യണം, ഫോട്ടോ എടുക്കും, പക്ഷെ നടക്കാറില്ല. എന്തായാലും ഇതിലെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ഇത് ഫോൺ റൊട്ടേറ്റ് ചെയ്ത് കാണേണ്ടി വരും, ബിക്കോസ് ഇത് പോർട്രേറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതൊക്കെ ഇതിൽ ആഡാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ വ്ളോഗ് എടുത്ത് കാണുമ്പോൾ എനിക്ക് എല്ലാ മൊമെൻറ്റ്സ് കാണാമല്ലോ. ഇത് ഈ വ്ളോഗ് ആക്കുമ്പോഴും ഉള്ളിൽ പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ മൊമെൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മാത്രം ആഡാക്കിയതേ ഉള്ളൂ. ഇത് ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു. അവിടെ എവിടെ എൻ്റെ കുഞ്ഞെവിടെ? എവിടെ? ഇവിടെ നോക്ക്. ഓ, എനിക്ക് തോന്നുന്നു ഈ റൈഡ് ഭയങ്കര എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. ഒരു ഫണ്ണാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും കൂടി ഇങ്ങനെ കയറിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. നടക്കണോ? ആ, എല്ലാവരും ഉണ്ട്. ഫുൾ ഫാമിലി. അവഞ്ചേഴ്സ് അസംബിൾ. ശരിക്കും ഈ റൈഡാണെന്ന് തോന്നുന്നു നമ്മൾ പേടിക്കാതെ എൻജോയ് ചെയ്ത് ഫണ്ണും എല്ലാം ആയിട്ട് പോകുന്നത്. എല്ലാരും ബാക്കിലെ പറഞ്ഞേ. സെൽഫിയാണ്. ആ, ചവിട്ടടാ വാടാ. അയ്യോ, അത് കഴിഞ്ഞ് അവർ ഓട്ട മത്സരമായിരുന്നു 3 പേരും കൂടെ. ആശേട്ടനും ചിഞ്ചുവും ചിപ്പിയും കൂടെ. ഒരു സമയം അടങ്ങിയിരിക്കില്ല. എൻ്റെ ദൈവമേ. നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ, എങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് അടുത്തത് ഞങ്ങളൊരു കുഞ്ഞു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാവത്തില്ല, ബട്ട് ഇങ്ങനെ ഹൈറ്റിൽ പോയിട്ട് നമുക്ക് ഫുൾ വ്യൂ കാണാം. അയ്യോ
അതും കഴിഞ്ഞ് ഞങ്ങളൊരു കുഞ്ഞു സാധനത്തിലാണ് കയറിയത്. അതിൽ പേടിയൊന്നും ആവില്ല, ബട്ട് ഹൈറ്റിൽ പോവും, നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റും ഏറ്റവും ഹൈറ്റിൽ നിന്ന്. അതിലും അമ്മ കയറിയില്ല, അമ്മ ലാൻഡ് റൈഡ്സിലൊന്നും കയറിയില്ല, ആകെ വണ്ടർ സ്പ്ലാഷിൽ കയറി, പിന്നെ ഒന്നിലും കയറിയില്ല. നമുക്ക് അവരുടെ അടുത്ത് സീറ്റ് കിട്ടിയില്ല അവിടെ. ഞങ്ങൾ നിരന്ന് ഫുൾ ഫാമിലി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഓൾറെഡി ഫില്ലായി. അവിടെ ഞാനും അച്ഛനും ആശാനും ഇപ്പുറത്തായിരുന്നു, ഇവരിപ്പുറത്ത്. ഇതിൽ പേടിയാവില്ലെന്ന് അറിയാം, അതിൽ ഹൈറ്റിൽ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. മറ്റുള്ള റൈഡ്സ് അപേക്ഷിച്ച് ഒരു പേടിയും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആശേട്ടെന്ന് വെച്ചാൽ ഒരു സമയം അടങ്ങിയിരിക്കില്ല, അവിടെ ഇരുന്നും എങ്ങനെ ഉണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പേടിയാവുന്നത്. അപ്പോഴേക്കും ഡ്രസ്സ് കുറച്ച് ഉണങ്ങി, നൈലോൺ ക്ലോത്ത്സ് അല്ലേ, എന്നിട്ട് വേണം റേസിംഗ് കാസിൽ കയറാൻ. അങ്ങനെ എനിക്ക് ഇത്തവണ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ഡ്രൈവ് ചെയ്യാത്ത സൈഡിലായിരിക്കുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കയറിയിരുന്നു. എല്ലാവരും കയറി. എനിക്ക് സത്യം പറഞ്ഞാൽ സൈക്കിൾ ചവിട്ടാൻ പോലും അറിയില്ല, ബട്ട് ഇതിൽ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് ഡ്രൈവിംഗ് പഠിച്ചാലോ എന്നൊരാഗ്രഹമൊക്കെ തോന്നി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നതാണല്ലോ രസം, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഇരിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ആശേട്ടനും വിഷ്ണുവും കൂടെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ആശേട്ടൻ വണ്ടി ഓടിക്കുന്നതെന്ന് തോന്നുന്നു, വിഷ്ണുവാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ഇടിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര രസമായിരുന്നു. ഇതല്ലെങ്കിൽ രസമാണ്, പക്ഷേ 2 minutes ഡ്യൂറേഷനേ ഉള്ളൂ, വേഗം തീർന്നു പോവും, അതാണൊരു പ്രശ്നം. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനി മാജിക്ക് കാണാനാണ് പോയത്. അലാവുദ്ദീനായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയായി, ഇരുട്ട് നല്ല പേടിയാണ്, 5D ആണ്, അപ്പോൾ ഫീലൊക്കെ ചെയ്യും, പേടിയാവോ, അങ്ങനെ ഞാൻ പേടിച്ച് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ നിർബന്ധിച്ച് കയറ്റിയതാണ്. ബട്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലി പൂളിലാണ് പോയത്. അവിടെ ആകുമ്പോഴത്തേക്ക് സ്ലൈഡ്സ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. പിന്നെ ബക്കറ്റിൽ വാട്ടർ ഫില്ലായിട്ട് തലയിൽ കൂടെ വീഴും, അതൊക്കെയല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അവർത്തോ അടിച്ചു പൊളിക്കുകയാണ് കല്യാണത്തിന് ശേഷം. ഞങ്ങൾ ഇതിൽ ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് അണ്ടർ വാട്ടർ വീഡിയോസൊക്കെ എടുത്തു. എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ അടിയിൽ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു. ഐഫോണല്ലേ, അപ്പോൾ എന്തായാലും പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവരാണ് കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്തത്. ഞാൻ ഇപ്പോഴേ ഈ വീഡിയോസൊക്കെ കാണുന്നത് സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചില റൈഡ്സിലൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവും ആശേനും കിച്ചുവും കൂടെ അവരുടെ സൈഡിൽ പോയി കുറേ റൈഡ്സിലൊക്കെ കയറി അവർ എൻജോയ് ചെയ്തു. ഞങ്ങൾ പൂളിൽ തന്നെ പോയി, വേവ് പൂളില്ലേ അവിടെയായിരുന്നു. അയ്യോ അയ്യോ എനിക്ക് പേടിയാവണേ, അയ്യോ എനിക്ക് പേടിയാവണേ, ചിപ്പി പേടിയാവണേ, പേടിയാവണേ, പേടിയാവണേ. ഈ റൈഡിൽ നമ്മൾ കയറാൻ നേരം അവർ ഞങ്ങളെ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഫുൾ കളിയാക്കലായിരുന്നു. എൻ്റെ പൊന്നോ, പേടിപ്പിക്കുക, കളിയാക്കൽ മാത്രമല്ല പേടിപ്പിക്കുകയും കൂടെ ചെയ്യുക. ഇപ്പൊ പോവും, അച്ഛനല്ലേ അവിടെ ഇരിക്കണം. പിന്നെ ഫുൾ അണ്ടർ വാട്ടർ വീഡിയോസ് ആയിരുന്നു. ഞാനാണെങ്കിൽ എപ്പോൾ വെള്ളത്തിൽ മുങ്ങിയാലും മൂക്ക് പൊത്തിയിട്ടേ മുങ്ങി, എനിക്ക് പേടിയാ.
അവർ ബാക്കി റൈഡ്സിൽ പോയ സമയം ഞങ്ങൾ ഫുൾ വേവ് പൂളിലായിരുന്നു. അവരിടയ്ക്ക് എപ്പോഴോ വേവ് പൂളിൽ വന്ന് എന്നിട്ട് പോയി. പിന്നെ ഞങ്ങൾ റെയിൻ ഡാൻസിന് പോയി. അതേപോലെ ഇടയ്ക്ക് എപ്പോഴോ വേവ്സ് വരുന്ന സമയത്ത് വേവ് പൂളിൽ അവർ വരുമ്പോൾ മീറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. വീഡിയോസൊന്നും കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, റൈഡിലൊക്കെ കയറി തളർന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അപ്പോൾ ചോക്ലേറ്റ് ഫൗണ്ടെയിൻ കണ്ടു. ബ്രൗണി വിത്ത് ഐസ്ക്രീം അല്ല, ബ്രൗണി വിത്ത് ചോക്ലേറ്റ്. അപ്പോൾ അത് വാങ്ങി, 2 എണ്ണം വാങ്ങി. ഞങ്ങൾ കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് അവർ വന്ന് കഴിച്ചു. ആശേന് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അത് മൊത്തം കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് വെച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. അമ്മയ്ക്ക് ജ്യൂസാണ് എപ്പോഴും ഇഷ്ടം, ലൈം ജ്യൂസ്. എനിക്കും അതേപോലെയാണ്. അപ്പോൾ അമ്മ ലൈം ജ്യൂസ് വാങ്ങിക്കാനായിട്ട് പോയി. ചിപ്പിക്ക് അച്ഛന് ചായ മസ്റ്റാണ്, വിഷ്ണു അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ ചായയും കടിയും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയി. ചിപ്പിക്കും അച്ഛനും ചായ ഇല്ലാണ്ട് ഒട്ടും പറ്റൂല, എപ്പോഴും ചായ അഡിക്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയ്ക്ക് അവൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ചും ചായയും സമൂസയും ഒക്കെ വാങ്ങിയത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ലൈം ജ്യൂസ് കുടിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളും അത് ട്രൈ ചെയ്തു. എന്നിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് DJ പോലത്തെ ഒരു സംഭവമാണ്. ഞാനും അശ്വനും അങ്ങോട്ട് പോയി തല കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇവിടെ കറങ്ങി സാൻഡ സ്ട്രീറ്റിൽ കയറണമെന്ന് പറഞ്ഞല്ലോ. സാൻഡ സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്കും അവിടെ ഐസ്ക്രീം കണ്ടു. ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഫ്ലേവർ ഞങ്ങൾ വാങ്ങി. ഞാൻ ഒരെണ്ണേ വാങ്ങിയോളൂ. ഞാനും ചിഞ്ചുവും എല്ലാവർക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാനും കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ എൻട്രി ഭാഗത്ത് എക്സിറ്റ് ആവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഈവനിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം പാട്ടൊക്കെ കേട്ട് മുൻപേ വായൊക്കെയാണ് ഞങ്ങൾ കേട്ട സമയം ഉണ്ടായിരുന്നത്. അത് ഭയങ്കര നൈസായിരുന്നു. അവരുടെ ഒരാൾ പാടുന്നുണ്ടായിരുന്നു, ഓർക്കസ്ട്ര ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇരുന്ന് വലിയ പിടിയില്ല. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു കുറച്ച് നേരം. അത് കേട്ടിങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എല്ലാവരും ടയേർഡായി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല, ടയേർഡായിരുന്നു. അപ്പോൾ ടാറ്റാ.